മുത്തശ്ശിയുടെ ഓർമ്മകൾക്ക് എന്തു നിറമാണ്? ഒരുപക്ഷെ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിക്കരയിലെ ചുട്ടുപഴുത്ത കളിമണ്ണിന്റെ നിറമായിരിക്കും അതിന്. നാഗരികതയുടെ തൊട്ടിലായ മെസപ്പൊട്ടേമിയയും ഇന്നത്തെ ഇറാനും തമ്മിലുള്ള അന്തരം അത്രയും വലുതാണ്. സാഗ്രോസ് പർവ്വതനിരകൾ നീലാകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ഫാർസ് പ്രവിശ്യയിലെ തണുത്ത കാറ്റിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അവിടെ പണ്ടെന്നോ നിലനിന്നിരുന്ന ഒരു മഹാമൗനമുണ്ട്. ലോകജനസംഖ്യയുടെ പകുതിയോളം പേരുടെ ഹൃദയമിടിപ്പായിരുന്ന അക്കീമിനിഡുകൾ പാഴ്സ എന്ന് വിളിച്ചിരുന്ന പെർസേപോളിസിന്റെ മൗനം. 3 റോമൻ സാമ്രാജ്യങ്ങളെ ചെറുത്തുനിന്ന ഒടുവിൽ അറബികൾക്കും ഷിയകൾക്കും മുന്നിൽ തോറ്റ് മാഞ്ഞുപോയ രാജ്യം. പേർഷ്യക്കാരെ അറിയാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇന്ന് ഈ കൽത്തൂണുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് സാമ്രാജ്യങ്ങളുടെ ശവപ്പറമ്പിലൂടെയാണ്. ഇവിടെയാണ് രാജാക്കന്മാരുടെ രാജാവായ ഡാരിയസ് ഒന്നാമൻ തന്റെ കൽപ്പനകൾ പാറകളിൽ കൊത്തിവെച്ചത്. വാളുകൾ കൊണ്ടല്ല, മറിച്ച് നിയമം കൊണ്ട് ലോകത്തെ ഒന്നിപ്പിക്കാമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അത്. എന്നാൽ ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് പറഞ്ഞതുപോലെ പേർഷ്യക്കാരുടെ മഹത്വം എത്ര വലുതായിരുന്നോ അത്ര തന്നെ ഭയാനകമായിരുന്നു അവരുടെ പതനവും. ഗ്രീക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശത്രുക്കളായി അവരെ ചിത്രീകരിക്കുമ്പോഴും പേർഷ്യക്കാരുടെ തപാൽ സംവിധാനത്തെ നോക്കി ഹെറോഡോട്ടസ് അത്ഭുതപ്പെട്ടു. മഞ്ഞോ മഴയോ ചൂടോ കൂരിരുട്ടോ ഒന്നും തന്നെ ഈ ദൂതന്മാരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. ഗ്രീക്കുകാർക്ക് ഡാരിയസ് ആകുന്നതിനു മുൻപ് അദ്ദേഹം ദരയാവായുഷ് ആയിരുന്നു. നന്മയെ മുറുകെ പിടിച്ചവൻ. അദ്ദേഹം സിംഹാസനത്തിൽ ജനിച്ചവനായിരുന്നില്ല. രാഷ്ട്രീയ ബുദ്ധിയും മതപരമായ പ്രചാരണവും ഉപയോഗിച്ച് അദ്ദേഹം അത് പിടിച്ചടക്കുകയായിരുന്നു. ബാൽക്കൻ മുതൽ സിന്ധു നദീതടം വരെ നീണ്ടുകിടക്കുന്ന മനുഷ്യരുടെ ലോകത്തിന് ഒരു ദിശാബോധം വേണമെന്ന് ഡാരിയസ് തീരുമാനിച്ചു. അദ്ദേഹം റോയൽ റോഡ് നിർമ്മിച്ചു. മാസങ്ങൾ നീളുന്ന ദുഷ്കരമായ യാത്രകളെ വെറും ദിവസങ്ങളാക്കി ചുരുക്കിയ പുരാതന എഞ്ചിനീയറിംഗ് അത്ഭുതം. ലോകത്തെ പല പ്രവിശ്യകളായി തിരിച്ച് അദ്ദേഹം കൃത്യമായി നികുതി പിരിച്ചു. ചരിത്രം എപ്പോഴും വിജയികളുടേതാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ലോകം ഡാരിയസിന്റെ മകനായ സെർസീസിനെ ഓർക്കുന്നത് ഗ്രീക്കുകാരുടെ വിദ്വേഷത്തിലൂടെയാണ്. ഗ്രീക്ക് നാടകകൃത്തായ എസ്കിലസ് സെർസീസിനെ അഹങ്കാരിയായ ഒരു രാജാവായാണ് ചിത്രീകരിക്കുന്നത്. തന്റെ പാലം തകർത്തതിന് കടലിനെ ചാട്ടവാറുകൊണ്ടടിക്കാൻ കൽപ്പിച്ചവനാണ് അവൻ. എന്നാൽ പെർസേപോളിസിലൂടെ നടക്കുമ്പോൾ കാണുന്ന സെർസീസ് മറ്റൊരാളാണ്. എത്യോപ്യൻ ഗോത്രങ്ങൾ മുതൽ ഇന്ത്യൻ രാജകുമാരന്മാർ വരെ കടന്നുപോയിരുന്ന കൂറ്റൻ കാളകളുടെ ശില്പങ്ങൾ കാവൽ നിൽക്കുന്ന ഗേറ്റ് ഓഫ് ഓൾ നേഷൻസ് നിർമ്മിച്ചത് അദ്ദേഹമാണ്. ഏഷ്യയും യൂറോപ്പിനെയും ഒന്നിപ്പിക്കുക എന്നത് തന്റെ ദൈവിക കടമയാണെന്ന് വിശ്വസിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ദശലക്ഷക്കണക്കിന് വരുന്ന തന്റെ സൈന്യത്തെ നോക്കി സെർസീസ് പൊട്ടിക്കരഞ്ഞ ഒരു നിമിഷം ഹെറോഡോട്ടസ് രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന് മുൻപ് 330 ഗ്രീക്ക് ചരിത്രകാരൻ പ്ലൂട്ടാർക്കിന്റെ അഭിപ്രായത്തിൽ മധ്യലഹരിയിൽ ഒരു അഥീനിയൻ കൊട്ടാരദാസിയുടെ പ്രേരണയാൽ അലക്സാണ്ടർ പെർസേപോളിസിന് തീയിട്ടു. ദശാബ്ദങ്ങൾക്ക് മുൻപ് ഏതൻസ് ചുട്ടരിച്ചതിനുള്ള പ്രതികാരമായിരുന്നു അത്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ അലക്സാണ്ടർ പേർഷ്യയെ കീഴടക്കിയതിനേക്കാൾ കൂടുതൽ പേർഷ്യ അലക്സാണ്ടറെ കീഴടക്കി എന്നതാണ്. ആ സാമ്രാജ്യം കത്തിച്ചാമ്പലായെങ്കിലും പേർഷ്യയുടെ പൗരാണിക സംസ്കാരം അവരുടെ മണ്ണിലും മനസ്സിലും അതിജീവിച്ചു. ചുറ്റുമതിൽ കെട്ടിയ വെള്ളവും തണലും പഴങ്ങളും നിറഞ്ഞ പൂന്തോട്ടം എന്ന ആശയം ലോകത്തിന് നൽകിയത് അവരാണ്. പഴയ പേർഷ്യൻ ഭാഷയിൽ ഇതിനെ പൈരഡൈസ എന്ന് വിളിച്ചു. ആ വാക്കിൽ നിന്നാണ് നമ്മൾ ഇന്നുപയോഗിക്കുന്ന പാരഡൈസ് അഥവാ പറുദീസ ഉണ്ടായത്. ക്രമത്തിലൂടെയും സൗന്ദര്യത്തിലൂടെയും ഭൂമിയിൽ പറുദീസ പണിയാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ആളുകളായിരുന്നു അവർ. BC 323 ബാബിലോണിൽ വെച്ച് കൊടും പനി പിടിച്ച് അലക്സാണ്ടർ എന്ന മാസിഡോണിയൻ ചക്രവർത്തി മരിച്ചപ്പോൾ ആ വിശാലമായ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ ജനറൽമാർ പിച്ചിച്ചീന്തി. അക്കീമിനിഡ് സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗമായ ഇറാൻ സെലൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ എന്ന ജനറലിന്റെ കൈകളിലായി. അവിടെ നിന്നാണ് സെലൂസിഡ് സാമ്രാജ്യം തുടങ്ങുന്നത്. വെങ്കലയുഗത്തിലെ അന്ധവിശ്വാസങ്ങളെ നോക്കി സരതുഷ്ട്ര എന്ന പ്രവാചകൻ ലോകത്തെ 2 ശക്തികളായി തിരിച്ചു. അഹുറ മസ്ദയും, അതായത് ജ്ഞാനത്തിന്റെ ദൈവം, ആംഗ്ര മൈന്യുവും, വഞ്ചനയുടെ ആത്മാവ് എന്നാണ് ഇതിനർത്ഥം. ഇവ തമ്മിലുള്ള പ്രപഞ്ച പോരാട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ചരിത്രം എക്കാലത്തും നീതിമാന്മാരോട് കരുണ കാണിച്ചിട്ടില്ല. 7-ാം നൂറ്റാണ്ടിൽ അറബികൾ ഇറാനിയൻ മണ്ണിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അഗ്നിയുടെ മക്കൾക്ക് മുൻപിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ: മതം മാറുക അല്ലെങ്കിൽ പലായനം ചെയ്യുക. അൽ-ബറൂനിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പലരും അവിടെ തന്നെ 2ാം കിട പൗരന്മാരായി ജീവിച്ചു. എന്നാൽ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരു കൂട്ടം ആളുകൾ കപ്പൽ കയറി. അവരാണ് പിന്നീട് പാഴ്സികൾ എന്നറിയപ്പെട്ടത്. ഇന്ന് സങ്കീർണമായ ഒരവസ്ഥയിലാണ് ഇറാൻ നിലനിൽക്കുന്നത്. ടെഹ്റാനിലെ കഫേകളിൽ യുവാക്കൾ സംസാരിക്കുന്ന ഫാഴ്സിയിൽ അറബിയുടെയും ഫ്രഞ്ചിന്റെയും ഇന്തോ യൂറോപ്യൻ സ്വാധീനങ്ങളുടെയും അംശങ്ങളുണ്ട്. അവർ റൂമിയുടെ മിസ്റ്റിസിസത്തിന്റെയും
അവിസെന്നയുടെ യുക്തികളുടെയും അവകാശികളാണ്. അവരുടെ ഭാവി എന്താകും?